തിരുവനന്തപുരം നെടുമങ്ങാട് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 19-കാരൻ അക്ഷയ് മരിച്ചതിന് പിന്നാലെ സമീപത്തെ പറമ്പിലുള്ള റബ്ബർ മരം മുറിച്ചു മാറ്റുന്നു. പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് ഉടമയുടെ നേതൃത്വത്തിലാണ് മരം മുറിക്കുന്നത്. റിനു ശ്രീധർ തിരുവനന്തപുരത്തും ചെയ്യുന്നു. റിനു, ഈ ബലക്ഷയമുള്ള പോസ്റ്റിനെ കുറിച്ച് KSEBക്ക് അറിവുണ്ടായിരുന്നു. ഇന്നലെ മന്ത്രി പ്രതികരിച്ചത് ഉടമ മരം മുറിക്കാൻ സമ്മതിച്ചില്ല എന്നാണ്. ഒരു ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ എല്ലാ പ്രശ്നവും ഒത്തുതീർന്നോ? എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടോ? എന്തൊരു തോൽവിയാണ് നമ്മുടെ സംവിധാനം, റിനു? തീർച്ചയായും സുഹൈൽ, നമ്മൾ കൊല്ലം തേവലക്കരയിൽ കണ്ടതാണ് മിഥുൻ എന്ന് പറയുന്ന 8ാം ക്ലാസ്സുകാരൻ്റെ മരണത്തിന് ശേഷം KSEB ഉണർന്ന് പ്രവർത്തിക്കുകയും ആ 11 kV ഒക്കെ തന്നെ അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. വൈദ്യുത കമ്പിയൊക്കെ തന്നെ മാറ്റുന്ന ഒരു സാഹചര്യം. അതേ നടപടി തന്നെയാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം നെടുമങ്ങാടത്തെ പനയമുട്ടം എന്ന് പറയുന്ന സ്ഥലത്തും സംഭവിക്കുന്നത്. ഇന്നലെ രാവിലെയോടുകൂടി നാടിനെ ആകെ ഞെട്ടലോടുകൂടിയാണ് അക്ഷയുടെ മരണം ഒരു വാർത്ത പുറത്തു വന്നത്. പൊട്ടിവീണ വൈദ്യുതി കമ്പി നിന്ന് ഷോക്കേറ്റ് അക്ഷയ് എന്ന് പറയുന്ന 19-കാരൻ മരിച്ച ആ ഒരു വാർത്ത നാടിനെ അല്ലെങ്കിൽ ആ വീടിനെ ഒന്നും തന്നെ ആ വേദനയിൽ നിന്ന് ഇതുവരെയും മുക്തമാക്കിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അല്പസമയം മുമ്പ് ഈ വൈദ്യുത കമ്പി പൊട്ടി വീഴാൻ കാരണമായിട്ടുള്ള റബ്ബർ മരങ്ങൾ അവിടെ നിന്ന് മുറിച്ചു മാറ്റുന്നു എന്നുള്ളതാണ്. ഈ ഉടമ തന്നെ നേരിട്ട് ആ റബ്ബർ മരങ്ങൾ മുറിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ മന്ത്രി അടക്കം പറഞ്ഞത് നേരത്തെ ഈ ഉടമ ഇത് മുറിച്ചു മാറ്റാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉടമ തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുവരെ തനിക്ക് പഞ്ചായത്തിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ ആരിൽ നിന്നും ഇത് മുറിച്ചു മാറ്റണമെന്ന് പറയുന്ന ഒരാവശ്യം മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ തന്നെ അദ്ദേഹം പരസ്യമായി പറഞ്ഞു, ഞാൻ ഈ മരങ്ങൾ മുഴുവനായി മുറിച്ചു മാറ്റാനും തയ്യാറാണ്, പക്ഷേ ഒരാൾ പോലും എന്നോട് പറഞ്ഞിട്ടില്ല. അതായത് മന്ത്രി പറഞ്ഞതും പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത് തെളിയിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഉടമയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ മരങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി മുറിച്ചു മാറ്റുന്ന, ശിഖരങ്ങൾ മാത്രമല്ല മരങ്ങൾ മുഴുവനായി മുറിച്ചു മാറ്റുന്ന ഒരു നിലപാടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സംവിധാന പിഴവ് കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ ഒന്നെങ്കിൽ ഒരു കെട്ടിടം പൊളിഞ്ഞാൽ അവിടെ ആളില്ല, അത് പഴയ കെട്ടിടമാണ്, അല്ലെങ്കിൽ അത് ഒരു സ്വകാര്യ വ്യക്തി മരം മുറിക്കാത്തതാണ്. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് മറ്റൊരാൾക്ക് പഴിചാരുന്ന സംവിധാനം അതൊരു തോൽവി തന്നെയാണ്. ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം പോക്കറ്റ് മണി എന്ന വണ്ണം പണം കൊടുത്തു കഴിഞ്ഞാൽ വീഴ്ചകൾ മറയ്ക്കാനാകുമെന്ന് തോന്നുന്നതും ശരിയല്ല. കൃത്യമായ ഇടപെടലുകൾ ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഉണ്ടാകണം എന്ന കാര്യം വീണ്ടും പറയുക.